21-ാം രാവിലാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. നമ്മളെപ്പോഴും ഇന്ന് പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഉസ്താദ് ചൊല്ലി തന്നല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. എൻ്റെ കൂടെ ചൊല്ലണേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റാണ് ഈ 10-ലുടനീളം നമ്മൾ ചൊല്ലേണ്ടത്. ഈ 10-ൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അത് 27-ാം രാവാണ്. ആ 27-ാം രാവിലെ പള്ളികളിൽ ആള് നിറച്ചുണ്ട്. അവിടെ തൗബയുണ്ട്, ആളുകൾ ഇബാദത്തിനുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കളിതമാശകളായി അങ്ങാടികളിലൂടെ, കടകമ്പോളങ്ങളിലൂടെ, ടൗണുകളിലൂടെ ആവശ്യമില്ലാത്ത പേരും പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ കളഞ്ഞു കുളിക്കുന്നവരല്ലേ നമ്മൾ പറയുന്ന ദിക്റേതാ? ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അടിമകളായ ആളുകൾക്ക് അള്ളാഹു നൽകിയതാണ് വിശുദ്ധമായ റമളാൻ. ആ വിശുദ്ധമായ റമളാൻ 11 മാസം നഷ്ടപ്പെടുത്തി നടന്ന ആളുകൾക്ക് വിജയിക്കാനാണ് അള്ളാഹു പരിശുദ്ധമായ റമളാൻ കൊടുത്തത്. ആ റമളാൻ അള്ളാഹു 3 സെഷനാക്കി. ഒന്ന് റഹ്മത്തിന്റെ സെഷനാ, രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ സെഷനാ, മൂന്നാമത്തേത് ഇത്ഖും മിനന്നാറിന്റെ സെഷനാ. റഹ്മത്ത് കഴിഞ്ഞു പോയി. എങ്ങനാ കഴിഞ്ഞത്? അത് ലഭിച്ചോ ഇല്ലയോ എന്നറിയില്ല. റമളാൻ ആദ്യം വന്നപ്പോ നമ്മളിരുന്ന് ചിന്തിക്കുകയാണ്. പള്ളിയിലെ ഉസ്താദിനോട് പറയാ, ഉസ്താദേ തറാവീഹിക്ക് ലേശം സ്പീഡ് കൂട്ടണേ, പെട്ടെന്ന് തീരുന്ന വല്ല പണിയുണ്ടെങ്കിൽ അതെടുക്കണേ. റഹ്മത്തിന്റെ 10 നാം അറിയാതെ അതിന്റെ ഇതളുകൾ നമ്മിൽ നിന്ന് അടർന്നു പോയി. മഗ്ഫിറത്തിന്റെ 10ന്റെ ഇതളുകളും നമ്മിൽ നിന്ന് അടർന്നു പോയി. ഇനിയുള്ളത് വെറും 9 ദിവസം കിട്ടിയാൽ നമുക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത റമളാനിൽ ഈ ഒസാൻ കടപ്പുറത്ത് ഈ പള്ളിക്ക് ചാരെ ഞാനും നിങ്ങളും ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ലാഹുവേ ആഫിയത്തിനെ തരണേ അല്ലാ. ഒരുപാട് റമളാനുകളെ സാക്ഷിയാക്കി, ആ റമളാനുകളെ അനുകൂലമാക്കി, ആ റമളാനുകളിലെ ലൈലത്തുൽ ഖദ്റും ലഭിച്ച് നിന്റെ സ്വർഗാരോഹണം, സ്വർഗപ്രവേശം ലഭിച്ച സച്ചരിതരായ അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ.